അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂര് നൗഷാദിനെ ഹാരിസ് മദനി വീണ്ടും അടിച്ചൊതുക്കി. എത്രമാത്രം ചിന്തിച്ചു പോണ് ഹാരിസ് മദനി ഉസ്താദിൻ്റെ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ എത്രമാത്രം അതപ്പതിച്ചു പോയി. നൗഷാദിൻ്റെ കിതാബ് വീരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇബ്നു സഖൻ്റെ അവസ്ഥ. പഠിപ്പിച്ച ഉസ്താദുമാർ, ഈ കിതാബ് എന്തെങ്കിലും രണ്ടക്ഷരം വായിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ പിഴച്ചവരായിട്ടും അവരൊക്കെ സുന്നി അല്ലാതായിട്ടും കപട സുന്നി വേഷം കെട്ടിയിട്ട് ഈ കോമാടൻ തെരീക്കത്തിലൂടെ നടക്കുന്ന നൗഷാദിൻ്റെ വിവരക്കേട് ഇവൊക്കെ മറന്നുപോയി, കിതാബൊക്കെ മറന്നുപോയി. അതാണ് അവസ്ഥ. ഹാരിസ് മദനി ഉസ്താദിൻ്റെ വീഡിയോ എല്ലാവരും ഒന്നും കൂടി കാണേണ്ടതാണ്. കണ്ണോക്ക് മുമ്പ് കബറടക്കിയിരുന്നു, ഇപ്പോൾ കണ്ണോക്കിലാണ്. നൗഷാദിൻ്റെ വാദങ്ങൾ എങ്ങനെയെങ്കിലും ഇബിലീസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രമം നടത്തുകയാണ്. കാരണം ഇബിലീസിനെ നന്നാക്കിയില്ലെങ്കിൽ ഇബിലീസ് ദേഷ്യം പിടിക്കൂലേ. അതാണ് ഇബിലീസിനെ നന്നാക്കലല്ലേ മെയിൻ ലക്ഷ്യം. കാരണം ഈ വ്യാജ തെരീക്കത്തുകാർ, കള്ളന്മാരൊക്കെ ഇബിലീസിൻ്റെ കൂട്ടാളികളാണ്. കാരണം ഇബിലീസാണ് ഇവരുടെ ആത്മീയ നേതാവ്. പുറത്തിങ്ങനെ കോമാടൻ അബ്ദുള്ള ഒക്കെ ഉണ്ടെങ്കിലും ഇബിലീസാണ് ശരിക്കും ആത്മീയ നേതാവ്. ആ ആത്മീയ നേതാവിനെ തള്ളി മാറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് സഹിക്കൂലല്ലോ. എത്രമാത്രം വിവരക്കേടാണ് ഈ പറയണതൊക്കെ. ഓരോ ദിവസവും ഇതെന്നെ പണി, മൈക്ക് വെക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാം. ഒരധ്വസരവും ഇല്ലാത്ത, ഒരു കഥയില്ലാത്ത വർത്താനം. നല്ല കഴിവുള്ള ആളായിരുന്നു ഈ നൗഷാദ്. വഹാബികൾക്കെതിരെ ഗണ്ണിക്കാനൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു, നല്ല ഉഷാറായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ പിഴച്ചു പോയപ്പോൾ എന്താ കാട്ടുക? അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും, അത്രേ പറയാനുള്ളൂ. ഹിദായത്ത് അള്ളാഹ് കൊടുക്കണ്ടേ. എന്ത് പിഴച്ചാ പറ്റിപ്പോയത്. കാരണം ഈ പിഴച്ച വാദങ്ങൾ കണ്ടപ്പോൾ, അപകടമാണെന്ന് കണ്ടപ്പോൾ സുന്നത്തി അമ്മായത്തിൽ നിന്ന് പുറത്ത് തള്ളിയിട്ടതാണ്. ചെവിക്കുറ്റി പിടിച്ച് പുറത്ത് കിട്ടും. ഇട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഇതിൻ്റെ ലക്ഷ്യം പണമാണ്. എവിടെയാണോ പണം കിട്ടുന്നത് അവിടെയൊക്കെ പോവും. അതിനു വേണ്ടിയിട്ടാണ് ആ പാവം കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്തുമാത്രം അപകടമാണെന്ന് നൗഷാദിനറിയാം. മുമ്പ് പഠിച്ച കിതാബ് എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണമൊന്നും ശരിയല്ല, ഞാനിപ്പോൾ വലിയ അപകടത്തിലാണെന്ന് അറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ, തിരിഞ്ഞു പോരാനും വയ്യല്ലോ. ഈ നിലയിൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഇബിലീസിനെ നന്നാക്കാനാണ് ശ്രമം നടത്തുന്ന നോക്കിയേ. എന്നിട്ട് പറയുന്നുണ്ട് അത് മഹാലാണെന്ന്. എന്നിട്ട് പിന്നെയും പറയും ഇബിലീസിനെ നന്നാക്കണം. CM വലിയുള്ളാഹിയെ വെച്ചുകൊണ്ടാണ് ഇവർ മുതലെടുക്കുന്നത്. CM വലിയുള്ള ഇവരോടൊരു ബന്ധമില്ല. ആ CM വലിയുള്ളാനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കളിക്കണതൊക്കെ. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ AP ഉസ്താദിനെയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഉസ്താദിനെയും അതുപോലെ പേരോട് ഉസ്താദ്, പൊന്മുള ഉസ്താദ് അടക്കമുള്ള എല്ലാ വിഭാഗത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാരെയും കരിവാരി തേച്ച് എല്ലാവരും മോശക്കാർ. ഇവനും 4 ആളും മാത്രം ദുന്യാവിൽ നല്ലവരും. അത് കേൾക്കുമ്പോൾ ചെറിയ വരും. ഇവരും കുറച്ചാൾക്കാർ മാത്രം നല്ലവർ, ബാക്കിയുള്ളവരൊക്കെ പഴച്ചു പോയി. ഒരു സുലൈമാണ്ടി ഏതൊരു ചങ്ങായിണ്ട് വയനാട്ടിലുള്ള. ഇങ്ങനെ കുറേ ആളുകളെ പേറി നടക്കുന്ന ഇവരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. അതിൽ കൂടിയ ആളുകളോട് ഞാൻ പറയണേ, എന്തെങ്കിലും ഒരു ഇത്തിരി ബോധം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് രക്ഷപ്പെട്ടോളി. ആഖിറത്ത് നഷ്ടപ്പെടുത്തണ്ട. കാരണം ഇവൻ നടന്നുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തുകയാണ്. ജനങ്ങളെ കൽബിലെ വിശ്വാസവും സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശവും നഷ്ടപ്പെടുത്താൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട് നൗഷാദും അവൻ്റെ കൂടെയുള്ള കുറച്ച് 2-3 ഉണ്ടല്ലോ. ഇവരൊക്കെ അതിനുവേണ്ടി ശ്രമം നടത്തുമ്പോൾ അത് കേട്ടിട്ട് സിന്ദാബാദ് വിളിക്കാനും തക്ബീർ വിളിക്കാനായിട്ട് കുറച്ച് ടീം കൂടി നടക്കുകയാണ്. അല്ലാഹു തആല ഇങ്ങൾക്കൊക്കെ ഹിദായത്തേറ്റ് ആരും പിഴച്ചു പോകുന്നത് വലിയ വിഷമല്ലേ. സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളൊക്കെ തള്ളി മാറ്റിയിട്ട്, ഔലിയാക്കളെ തള്ളി മാറ്റിയിട്ട് ഈ കള്ളന്മാരെ കൂടെ കൂടിയിട്ട് മനുഷ്യൻ എത്രമാത്രം അതപ്പതിച്ചാൽ പോകുന്നത്. നന്നാവാൻ ശ്രമിക്കുക.
കാരണം ഹാരിസ് മദനി ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഫുള്ള് കേൾക്കൂലല്ലോ, കുറച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം പിടിക്കും. കാരണം നൗഷാദ് പറയണ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒന്നും കേൾക്കൂല. അതാ നിങ്ങൾക്ക് പറ്റിയ കേട്. ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, നല്ല വിശാല മനസ്സോടുകൂടെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കൂടുള്ളവരോടാണ് പറയണത്, നന്നാവാൻ ശ്രമിക്കുക. സ്നേഹം കൊണ്ട് പറയാണ്. കാരണം നമ്മളൊരുപാട് കൂട്ടുകാരയിലുണ്ട്, ഇപ്പോൾ പെട്ടുപോയതാണ്. ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. അള്ളാഹു തആല നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ഹിദായത്തും നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.